വെൽക്കം ടു ഗ്രേഡിയൻറ്റ് പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണാം. അപ്പോൾ പാർട്സ് ഓഫ് എവല്യൂഷനിൽ നമ്മൾ ഇതുവരെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തി എന്താണ്, മറ്റ് ഓർഗാനിസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മനുഷ്യന്മാർക്ക് കുറച്ചുകൂടി ഇന്ന് ഈ കാണുന്ന പോലത്തെ ഈ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ കിട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബ്രെയിനിലുണ്ടായ ഡെവലപ്മെൻറ്റാണ്. ബ്രെയിനിൽ മാത്രമല്ല എങ്കിലും ബ്രെയിനിലുണ്ടായ ഡെവലപ്മെൻറ്റാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നതും ഇന്നത്തെ ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത് നിർത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടായിരിക്കും, നമ്മുടെ ഈ പറയുന്ന ബ്രെയിനും അതുപോലെ മറ്റ് ആ ബ്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർഗനുകളെല്ലാം കൂടി അടങ്ങുന്ന നെർവസ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ പോലെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU പോലെ ആക്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് ഇൻഫർമേഷനുകളെ പ്രോസസ്സ് ചെയ്ത് മാറ്റുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിനും അതിനോടനുബന്ധിച്ച് വരുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ വരും? നമ്മുടെ കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ ആണ് പ്രധാനമായിട്ടും എന്തെന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതായത് സത്യമായി നമ്മുടെ നെർവസ് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും നെർവുകളും അതുപോലെ റിസപ്റ്റേഴ്സും അടങ്ങുന്നതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തുവാണ്? ബ്രെയിനാണ്. ബ്രെയിന് പിന്നെ വരുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡ്, അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന നെർവുകൾ, അവിടെ ഓരോ നെർവുകളുടെ എൻഡിലുള്ള റിസപ്റ്റേഴ്സുകൾ, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു CPU പോലെ നമുക്ക് ആക്ട് ചെയ്യും. ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ്, നമ്മുടെ ടച്ച് സെൻസേഷൻ, അതുപോലൊക്കെ ചെവി, കേൾവി, ഇതൊക്കെ എന്താണ്, പുറത്തുള്ള ലോകത്തെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആ കിട്ടുന്ന ഇൻഫർമേഷനുകളെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, കമാൻഡുകൾ ആര് കൊടുക്കും? ബ്രെയിൻ കൊടുക്കും. അതനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്ത് നമ്മുടെ കൈ അനങ്ങുന്നതും കണ്ണനങ്ങുന്നതും ഹൃദയം ഇടിക്കുന്നതും രക്തം പമ്പ് ചെയ്യുന്നതും ഒക്കെ എന്താണ്, നെർവ് പറയുന്നത് അനുസരിച്ച് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് നമുക്ക് പറയാം. പ്രധാനമായിട്ടും നമ്മുടെ കൺട്രോളിങ് ആൻഡ് കോർഡിനേഷനാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗം എന്തെന്ന് ചോദിച്ചാൽ അതൊരു ന്യൂറോണാണ്. അതെന്തുവാണ്? ന്യൂറോണാണ് നമ്മുടെ ഈ പറയുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് കുറച്ച് പ്രത്യേകതകളുള്ള ഒരു സെല്ല് എന്ന് നമുക്ക് വേണമെങ്കിൽ ആരെ വിളിക്കാം? ന്യൂറോണെ വിളിക്കാം. അപ്പോൾ എന്താണ് ന്യൂറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ന്യൂറോണാണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഈ പറയുന്ന പുറത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് അകത്തേക്ക് എടുക്കുന്നതും ഈ പറയുന്ന ഇൻഫർമേഷനെ മറ്റ് ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്ന സിഗ്നലിനെ പുറത്തേക്ക് കൊണ്ട് എത്തിക്കുന്നതും ഒക്കെ എന്താണ്, സിഗ്നലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള സെല്ലുകളാണ് ആര്? ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അതിലേറ്റവും അടിസ്ഥാനമായിട്ട് വരുന്ന അതിൻ്റെ സെൽ ബോഡി. മറ്റേതൊരു സെല്ലിലുള്ള പോലെ ഇതിന് എന്തുണ്ട്, ഒരു സെൽ ബോഡി ഉണ്ട്. അതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, മറ്റ് സൈറ്റോപ്ലാസം, മറ്റ് സെൽ ഓർഗനലുകളൊക്കെ അടങ്ങുന്ന ഒരു സെൽ ബോഡി ഉണ്ടാവും. ഈ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഫൈബർ ലൈക്ക് സ്ട്രക്ചേഴ്സ് പുറത്തേക്ക് നീണ്ടു വന്നിട്ടുണ്ട്. അതിനെയാണ് ഡെൻഡ്രോണുകൾ എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു മരത്തിൻ്റെ വേരുകൾ പോലെ പുറത്തേക്ക് ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നത്. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചുകളുണ്ടല്ലോ, ഈ കാണുന്ന ബ്രാഞ്ചുകൾ, അതിനാണ് ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് എടുക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഈ വേരുകൾ പോലെ പടർന്നു കിടക്കുന്ന അല്ലെങ്കിൽ കൈകൾ പോലെ പടർന്നു നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് ഡെൻഡ്രോണും, അതിൽ വിരലുകൾ പോലെ കാണുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത് ഈ ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും ഒക്കെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും അതിലൊരു ഭാഗം മാത്രം കുറച്ച് നീണ്ട് ഇലോങ്ങേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതിനെ ആക്സോൺ എന്ന് വിളിക്കും. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ നീണ്ട് ഇലോങ്ങേറ്റ് ചെയ്ത് പോയേക്കുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ ആക്സോൺ എന്ന് വിളിക്കും. ആ ആക്സോണിലും വിരലുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെ ആക്സോണൈറ്റുകൾ എന്ന് വിളിക്കും. അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നോബ് കണക്കൊരു സാധനം കാണും. അതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നത്. ഈ സിനാപ്റ്റിക് നോബിനകത്താണ് അസറ്റൈൽ കൊളൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇരിക്കുന്നത്. ഇതുവഴി എന്ത് ചെയ്യും, സിഗ്നൽസ് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു ന്യൂറോണിലേക്ക് സെല്ല് എന്ത് ചെയ്യുന്നു, സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ സെല്ലിനെയാണ് നമ്മൾ ന്യൂറോൺ എന്ന് വിളിക്കുന്നത്. ന്യൂറോണിൻ്റെ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാർക്ക് ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്.
അപ്പോൾ എന്തുവാണ് ന്യൂറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്നതാണ് ന്യൂറോൺ. ഈ ന്യൂറോണാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യുന്നത്. ഇതിലൂടെയാണ് എന്ത് നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ വയറിലൂടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ന്യൂറോൺസിൻ്റെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ നെർവുകളെന്ന് പ്രധാനമായിട്ട് പറയുന്നത്. ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽ. കണ്ടു, സ്പെഷ്യലൈസ് ആണ്, മറ്റു സെല്ലുകൾ കാണും പോലെ അല്ല. ഇവർക്ക് എന്താണ്? ദേ ആർ കേപ്പബിൾ ഓഫ് റിസീവിങ് സ്റ്റിമുലസ് ഫ്രം ദ സറൗണ്ടിങ് ആൻഡ് ടു ഫോം സ്യൂട്ടബിൾ മെസ്സേജസ്. അല്ലേ, പുറത്തു നിന്നുള്ള സ്റ്റിമുലസ്, അതായത് ഈ പറയുന്ന കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചു, അത് റിസീവ് ചെയ്യാനും അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഇവർക്ക് കഴിവ് ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗത്തിലോട്ട് പോകാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അത് 2 ഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് പറയാം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ബ്രെയിൻ വരുന്നുണ്ട്, സ്പൈനൽ കോഡ് വരുന്നുണ്ട്, നെർവുകൾ വരുന്നുണ്ട്, പലതരം റിസപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. ഈ ബ്രെയിനും സ്പൈനൽ കോഡിനെയും കൂടി ചേർത്താണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്, CNS. അതിൽ ബ്രെയിനും വരും, സ്പൈനൽ കോഡും വരും. പ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ പോലെ എല്ലാ ഇൻഫർമേഷൻസും കൺട്രോൾ ചെയ്ത മെയിൻ ഓർഗൻ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ബ്രെയിനാണ്. ചെറുതായിട്ടും മറ്റ് ഇൻഫർമേഷൻസ് തീരുമാനം എടുക്കാനുള്ള കഴിവ് ആർക്കും ഉണ്ട്? സ്പൈനൽ കോഡിനും ഉണ്ട്. അപ്പോൾ രണ്ടുപേരെയും കൂടി ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ ബ്രെയിൻ്റെ ജോലി എന്താണ്? പ്രോസസ്സസ് ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ഡിസിഷൻസ്. അതുപോലെ സ്പൈനൽ കോഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ക്യാരീസ് മെസ്സേജസ് ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് റെസ്റ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇത് കഴിഞ്ഞ് ബാക്കി വരുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് പുറത്ത് വരുന്ന ഭാഗങ്ങൾ നമ്മൾ എന്ത് വിളിക്കും? പുറത്ത് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കും. അതിനകത്ത് 12 പെയർ ഓഫ് ക്രാനിയൽ നെർവും 31 പെയർ ഓഫ് സ്പൈനൽ നെർവുകളും ഉണ്ട്. കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. പോരാത്തതിന് കുറച്ച് റിസപ്റ്റേഴ്സുകളും ഗാംഗ്ലിയകളും കൂടി ചേർന്നാണ് എന്ത് ചെയ്തത്? ഇത് വരുന്നത്. ഇവിടെ എന്താ കണക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും നമ്മുടെ കൈയും കാലും പോലെയുള്ള ബാക്കി ഭാഗങ്ങളോട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് പഠിക്കുമ്പോൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ ഈസി ആയിരിക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരെ പറ്റിയിട്ടാണ്? ന്യൂറോണിനെ പറ്റിയിട്ടാണ്. ആരായിരുന്നു ന്യൂറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ നെർവസ് സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ്, ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ നെർവസ് സിസ്റ്റം. എന്താണ്? ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. അവർക്ക് എന്തുണ്ട്? മെസ്സേജുകൾ അല്ലെങ്കിൽ സ്റ്റിമുലസുകൾ റിസീവ് ചെയ്യാനും അത് സറൗണ്ടിങ്ങിലോട്ട് കൊടുക്കാനുള്ള കഴിവുണ്ട്. പ്രധാനമായി വരുന്നത് സെൽ ബോഡിയാണ്. ഈ സെൽ ബോഡിയെ തന്നെ നമ്മൾ എന്ത് വിളിക്കും? സൈറ്റോൺ എന്നും വിളിക്കും. എന്ത് വിളിക്കും? സൈറ്റോൺ. സെൽ ബോഡിയിൽ നിന്ന് വരുന്നേക്കുന്ന കൈകൾ പോലെ വരുന്ന ഡെൻഡ്രോൺ, വിരലുകൾ പോലെയുള്ള ഡെൻഡ്രൈറ്റ്, അതിൽ നിന്ന് നീണ്ടു വരുന്ന ഒരു എക്സ്ട്രാ സെല്ല്, അതാണ് ആക്സോൺ. ആക്സോണിൻ്റെ എൻഡിൽ ആക്സോണൈറ്റ്, അടുത്തായിട്ട് നോബുണ്ട്, അതിന് സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. ഓരോരുത്തരുടെയും ജോലി ഇവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, എന്താണ് സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ? ഇറ്റ് ഈസ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദ ന്യൂറോൺ ആണ്. എന്ത് ചെയ്യുന്നു? കണ്ടെയ്ൻ ദ സെൽ മെമ്പറൈൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസും സെൽ ഓർഗനുകളും കാണുന്നത് ഇവിടെയാണ്, സംശയമില്ല. ഡെൻഡ്രോണുകളും ഡെൻഡ്രൈറ്റുകളും എന്താണ്? ഡെൻഡ്രോൺ ആർ ദ ഫൈൻ ഫൈബേഴ്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ സെൽ ബോഡി. അല്ലേ, ഈ കാണുന്ന സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫൈൻ ഫൈബർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചുകൾ, ഡെൻഡ്രൈറ്റ് ആർ ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചുകൾ നമ്മൾ എന്ത് വിളിക്കും? ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും. എന്താ ജോലി? ദേ റിസീവ് ദ മെസ്സേജസ് ഫ്രം ദ നിയർ ബൈ ന്യൂറോൺസ് ആൻഡ് പാസ് ദം ടു സൈറ്റോൺ. അല്ലേ, പുറത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് അകത്തേക്ക് എടുക്കുന്നത് ആരാണ്? ഇവരാണ്. ഇതാണ് നമ്മുടെ ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും. അടുത്തപ്പോൾ ആക്സോൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതിലുള്ള ലോങ്ങസ്റ്റ് ഫൈബർ, സെൽ ബോഡിയിൽ നിന്ന് പോകുന്ന ആ ലോങ്ങസ്റ്റ് ഫൈബറാണ് ആക്സോൺ എന്ന് പറയുന്നത്. എന്ത് ചെയ്യും? ക്യാരീസ് ദ ഇമ്പൾസസ് എവേ ഫ്രം ദ സൈറ്റോൺ. ഈ കാണുന്ന സെൻട്രൽ ആയിട്ടുള്ള സൈറ്റോണിൽ നിന്ന് പുറത്തേക്ക് ഇൻഫർമേഷൻ കൊണ്ടുപോകുന്നത് ആരാണ്? ആക്സോൺ ആണ്. അതിൻ്റെ എൻഡിൽ കാണുന്നത് ആക്സോണൈറ്റ്, ബ്രാഞ്ച് ഓഫ് ദ ആക്സോൺ. ക്യാരി ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. അല്ലെ, എൻഡിൽ കാണുന്ന സിനാപ്റ്റിക് നോബിലോട്ട് എത്തിക്കും. ദ സിനാപ്റ്റിക് നോബ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ നോബ് ലൈക്ക് സ്ട്രക്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ ആക്സോണൈറ്റ് ആണ്. എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ ദ ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കൊളൈൻ ദാറ്റ് പാസസ് ദ കെമിക്കൽ മെസ്സേജസ് ടു ദ നെക്സ്റ്റ് ന്യൂറോൺ. അല്ലേ, അടുത്ത ആളിലേക്ക് പാസ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അവിടത്തേക്ക് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എമിറ്റ് ചെയ്യും. അതാണ് ഇൻഫർമേഷൻ അപ്പുറത്തെ നെർവിലോട്ട് കൊടുക്കുന്നത്. തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം ഇതാണ് എന്ത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇത്രയും അടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ന്യൂറോണിൻ്റെ ബേസിക്കായ ഫംഗ്ഷൻ തീർന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ന്യൂറോൺ മാത്രമാണോ നമ്മുടെ ഈ പറയുന്ന ശരീരത്തിനകത്തുള്ളത്, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനകത്തുള്ളത്? അല്ല, ന്യൂറോണിന് പുറമെ മറ്റു കുറച്ച് സെല്ലുകളും വരുന്നുണ്ട്. ഇവിടെ കണ്ട പോയിന്റുകളാണ് ഞാനിപ്പോൾ നേരത്തെ PPTയിൽ പോയിൻ്റായിട്ട് വായിച്ചത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, നോക്കിയേ. ആർ ദെയർ ഓൺലി ദ നെർവ് സെൽസ് ഇൻ ദ നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിനകത്ത് നെർവ് സെല്ല് മാത്രമാണോ വരുന്നത്? അല്ല, ന്യൂറോഗ്ലിയ സെൽസ് എന്ന പേരിൽ ഈ കാണുന്ന ആൾക്കാർ അതിനകത്ത് വരും. ഇതിൻ്റെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ന്യൂറോഗ്ലിയൽ സെൽസിനകത്ത് എപ്പിഡെർമൽ സെല്ലുണ്ട്, ഒളിഗോഡെൻഡ്രോസൈറ്റുകളുണ്ട്, മൈക്രോഗ്ലിയൽ സെൽസ് ഉണ്ട്, ഷ്വാൻ സെൽസ് ഉണ്ട്, ആസ്ട്രോസൈറ്റുകളും ഉണ്ട്. ഇവരുടെ ഫങ്ഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനകത്ത്
ന്യൂറോൺ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ഓർമ്മയുണ്ടല്ലോ. എന്താ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സി പി യു ആണെന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻസിനകത്തേക്ക് എടുക്കുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും അതിനെ പ്രോസസ്സ് ചെയ്ത സിഗ്നലുകളായിട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നെർവസ് സിസ്റ്റമാണ്. ബ്രെയിനും സ്പൈനൽ കോഡും നെർവുകളും അതുപോലെ റിസപ്റ്ററുകളും അടങ്ങുന്നതാണ് നെർവസ് സിസ്റ്റം. രണ്ടായി തിരിക്കാം: സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നുണ്ട്. പെരിഫറലിനകത്ത് ബ്രെയിനും സ്പൈനൽ കോഡും അല്ലാതെ ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റും. അതിലാദ്യം വരുന്നു ന്യൂറോൺ അല്ലേ. ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസുകളെ കൊണ്ടുപോകുന്ന ആ ഒരു പാത്ത് വേ അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കാണ്. അതാണ് ന്യൂറോണുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നെർവുകൾ എന്ന് പറയുന്നത്. ഈ ന്യൂറോണുകൾ എങ്ങനെയാണുള്ളത്? സ്പെഷ്യലൈസ്ഡ് സെല്ലുകളാണ്. എന്താ കഴിവ്? ഒരു പ്രത്യേകത എന്താ? ഇവർക്ക് ഇമ്പൾസുകളെ റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുകൾ ഉണ്ട്. അതിൽ പ്രധാനമായി വരുന്നത് നമ്മുടെ സെൽ ബോഡിയാണ്. ഡെൻഡ്രോണ്, ഡെൻഡ്രൈറ്റ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇവിടുന്ന് വരുന്ന ഇമ്പൾസുകൾ അല്ലേ, ഇവിടുന്ന് ഇമ്പൾസുകൾ കിട്ടുന്നു, അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അടുത്തതിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ആ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. സെറ്റാണ്. സ്ട്രക്ചർ ഓഫ് ന്യൂറോണിനകത്ത് വരുന്നു സൈറ്റോണ്, ഡെൻഡ്രോണ്, ആക്സോണ്, ഡെൻഡ്രൈറ്റ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. സെറ്റാണ്. അതിനകത്ത് വരുന്ന ആ ബാക്കി ഭാഗങ്ങളാണ് ന്യൂറോഗ്ലിയ സെല്ലുകൾ അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ സെൽസ് എന്ത് ചെയ്യുന്നു? ഇതിനെ സഹായിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. അവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സപ്പോർട്ട് ചെയ്യുക നെർവുകളെ, പ്രൊട്ടക്റ്റ് ചെയ്യുക ന്യൂറോണുകൾ. അല്ലെങ്കിൽ ന്യൂറോണുകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ആരുടെ ജോലിയാണ്? ഈ പറയുന്ന ന്യൂറോഗ്ലിയൽ സെല്ലുകളുടെ ജോലിയാണ്. അതായത് ഇവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവില്ല, ഇമ്പൾസ് കൊണ്ടുപോകാനുള്ള കഴിവില്ല. അത് ന്യൂറോണുകൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ പറഞ്ഞത് ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഫങ്ഷൻസ് എടുത്ത് പറയുന്നില്ല, സോ നിങ്ങൾ ഫങ്ഷൻസ് കാണാതെ പഠിക്കണ്ട. എങ്കിലും നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്, കണ്ടോ? യൂസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തരുന്നുണ്ട്. ഇതാരാ ചെയ്യുന്നതെന്ന് പഠിച്ചു വെച്ചാൽ അത്രയും നല്ലതല്ലേ. നമുക്കൊന്ന് നോക്കാം. എപ്പിഡെർമൽ എപ്പെൻഡിമൽ, ഞാൻ എപ്പിഡെർമൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. സോറി എപ്പെൻഡിമൽ സെൽസ്. ഓക്കെ, പെട്ടെന്ന് ഈ പി കാണുമ്പോൾ നമുക്ക് എപ്പിഡെർമൽ എന്നങ്ങ് ഓർമ്മ വരും. എപ്പെൻഡിമൽ സെൽ. ഓക്കെ, എപ്പെൻഡിമൽ സെൽസ്. അപ്പോൾ എപ്പെൻഡിമൽ സെൽസ് എന്ന് വെച്ചാൽ എന്തുവാണ്? നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നൊരു സാധനമുണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് പറയും. ഇതിനെ ഉണ്ടാക്കുന്നതും അതിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബ്രെയിനിലും സ്പൈനൽ കോഡുകളിലും ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന എപ്പെൻഡിമൽ സെല്ലുകളാണ്. എനിക്ക് പെട്ടെന്ന് എപ്പിഡെർമൽ എന്ന് വരും. ഓക്കെ, ശ്രദ്ധിച്ചോളാം. നേരത്തെ പറഞ്ഞപ്പോൾ മിസ്റ്റേക്ക് ആയിപ്പോയി. എപ്പെൻഡിമൽ സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പെൻഡിമൽ സെല്ലിൻ്റെ ജോലി എന്താണ്? ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ഈ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഷേക്കുകളിൽ നിന്നും അതുപോലെ ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഒക്കെ. അതിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ. സെറിബ്രം സ്പൈനൽ, ബ്രെയിനിലും സ്പൈനൽ കോഡിലും. അതിന് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ജോലി പ്രൊട്ടക്ട് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, ഷേക്കുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. ഇത് നിർമ്മിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന എപ്പെൻഡിമൽ സെല്ലാണ്. നെക്സ്റ്റ് വരുന്ന ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്. ഈ ഒളിഗോഡെൻഡ്രോസൈറ്റുകളുടെ പ്രധാന ജോലി എന്ന് വെച്ചാൽ മൈലിൻ എന്ന് പറയുന്ന ഒരു ഫാറ്റ് പോലത്തെ മെറ്റീരിയലിനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. എവിടെ? നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും നെർവിന് ചുറ്റും. എല്ലാ നെർവിലും ഇല്ല, ചില നെർവുകൾക്ക് ചുറ്റും നമ്മളിപ്പോൾ പഠിക്കും. ഒരു ഷീറ്റ് കവർ ചെയ്യും, ഇൻസുലേഷൻ പോലെ. നമ്മുടെ പോകുന്ന ഇമ്പൾസുകൾ മിസ്സാവാതെ ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഫാറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ പേര് മൈലിൻ ഷീറ്റ് എന്നാണ്. ഈ മൈലിൻ ഷീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്. എവിടെ? ബ്രെയിനിലും സ്പൈനൽ കോഡിലും. ശ്രദ്ധിച്ചോളണം, ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഇനി വരുന്ന മൈക്രോഗ്ലിയൽ സെല്ലുകളാണ്. മൈക്രോഗ്ലിയൽ സെല്ലിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനേഴ്സ് ആണ്. ഫൈറ്റ് ജേംസ്, അതുപോലെ റിമൂവ് ദ ഡാമേജ്ഡ് പാർട്സ് അല്ലെ. ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് ഇവരുടെ ജോലി എന്ന് ഓർത്ത് വയ്ക്കാം. ഷ്വാൻ സെല്ലുകളുണ്ട്. നോക്കിയോ, നെർവ് ഔട്ട്സൈഡ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനും ബ്രെയിനും പുറത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? നേരത്തെ പറഞ്ഞ മൈലിൻ ഉണ്ടല്ലോ, ഫാറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രെയിനും സ്പൈനൽ കോഡിനും പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരുടെ ജോലിയാണ്? ഷ്വാൻ സെല്ലുകളുടെ ജോലിയാണ്. പിന്നെ വരുന്നതാണ് ആസ്ട്രോസൈറ്റുകൾ. പ്രധാന ജോലി എന്തായിരിക്കും? സപ്പോർട്ട് ആൻഡ് നെർവിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസുകൾ കൊടുക്കുക, അതുപോലെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒപ്റ്റിമം ആയിട്ടുള്ള പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള ആരുടെ ജോലിയാണ്? ആസ്ട്രോസൈറ്റുകളുടെ ജോലിയാണ്. സപ്പോർട്ടിങ് ദ ന്യൂറോൺ ഫങ്ഷൻസ്. ഇതാണ് പ്രധാനപ്പെട്ട ജോലി. ഇത് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് യൂസസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? സെപ്പറേറ്റ് ആരുടെ ജോലി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാണാതെ പഠിക്കാൻ വേണ്ടി നിൽക്കേണ്ട. ഓക്കെ, ഫങ്ഷൻസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ മോളിൽ പറഞ്ഞ ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്കെ. ഇപ്പോൾ നമ്മൾ പുതിയൊരു കാര്യം ഇവിടെ പഠിച്ചു. എന്താണ്? നമ്മളൊരു പുതിയ ആളെ പറ്റി പഠിച്ചു, മൈലിൻ അല്ലെങ്കിൽ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്,
നമ്മൾ നേരത്തെ കണ്ട ന്യൂറോണും ഇവിടെ കണ്ട ന്യൂറോണും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കണ്ടോ, നേരത്തെ കണ്ട ന്യൂറോണിൽ ആക്സോണിൻ്റെ മുകളിലായിട്ട് ആരും ഇല്ല അല്ലേ, ആക്സോൺ ഇങ്ങനെ ഒറ്റയ്ക്കാണ് പോയേക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കുന്ന ഈ ന്യൂറോൺ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ആക്സോണിന് പുറത്തായിട്ട് ഇതാ ഇങ്ങനെ കട്ടിയുള്ളൊരു കവറിങ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ കവറിങ്ങിനെയാണ് നമ്മൾ മൈലിൻ അഥവാ മൈലിൻ ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ഈ മൈലിൻ ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചില നെർവുകളെ ഇങ്ങനെ കവർ ചെയ്യും. കണ്ടോ, അകത്തൂടെ നമ്മുടെ വയറുകളുടെ ഇൻസുലേഷൻ പുറത്തൂടെ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്ന വയറുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നെറ്റ്വർക്ക് കൊടുക്കാൻ, അതായത് നമ്മുടെ ബ്രോഡ്ബാൻഡ് കൊടുക്കാനൊക്കെ കൊണ്ടുവരുന്ന വയറുകൾക്ക് ഒരു കട്ടിയുള്ള ഇൻസുലേഷൻ ഉണ്ടാകും. അതുപോലെ നമ്മുടെ ന്യൂറോണിന് ചുറ്റും ഇൻസുലേഷൻ പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ആര്, മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൈലിൻ ഷീറ്റിൻ്റെ പരിപാടി എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് മൈലിൻ ഷീറ്റ്? മൈലിൻ ഷീറ്റ് ഈസ് എ കവറിങ് അറൗണ്ട് ദ ന്യൂറോൺ ഇൻ സം ന്യൂറോൺസ്, അല്ല സോറി, ആക്സോൺ ഇൻ സം ന്യൂറോൺ. ചില ന്യൂറോണുകളിലെ ആക്സോണിനെ കവർ ചെയ്തിരിക്കുന്ന ഷൈനി വൈറ്റ് ഫാറ്റ് ലൈക്ക് മെറ്റീരിയലാണ് മൈലിൻ എന്ന് പറയുന്നത്. ചില ആക്സോണുകളിൽ, എല്ലാത്തിലും ഇല്ല, ചില ആക്സോണുകളെ കവർ ചെയ്തിരിക്കുന്ന ഷൈനി വൈറ്റ് ഫാറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അവരുടെ ജോലി എന്തായിരിക്കും, ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഇൻസുലേഷൻ ജോലി ചെയ്യും. അതുകൊണ്ട് എന്ത് പറ്റും, മെസ്സേജ് ട്രാൻസ്മിഷൻ്റെ സ്പീഡ് കൂടും, ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. മാത്രമല്ല എന്താണ്, ന്യൂറോണിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കൊടുക്കുക എന്നതും ആരുടെ ജോലിയാണ്, മൈലിൻ ഷീറ്റുകളുടെ ജോലിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് സിഗ്നലുകളൊക്കെ പോകേണ്ട കുറേ സ്ഥലങ്ങളിൽ എന്തുണ്ട്, ആക്സോണിന് ചുറ്റും മൈലിൻ ഷീറ്റിൻ്റെ കവറിങ് ഉണ്ടാവും. ആ മൈലിൻ ഷീറ്റ് എന്ത് ചെയ്യും, ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യും അല്ലേ, മെസ്സേജ് ട്രാൻസ്മിഷൻ്റെ സ്പീഡ് കൂട്ടും. എങ്ങനെ, പ്രിവെൻറ്റിങ് സിഗ്നൽ ലോസ് ബൈ പ്രൊവൈഡിങ് ഇൻസുലേഷൻ. മാത്രമല്ല അതൊരു കട്ടിയുള്ള സാധനമല്ലേ, പ്രൊട്ടക്റ്റിംഗ് ചെയ്യും, നറിഷ്മെൻറ്റും കൊടുക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് ആൾക്കാർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണെങ്കിൽ ഔട്ട്സൈഡ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, ഷ്വാൻ സെല്ലാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം, ചോദ്യം വരും. കാരണം ബ്രെയിനിലും സ്പൈനൽ കോഡും നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ആരെന്ന് ചോദിച്ചാൽ അത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്. എന്നാൽ പുറത്ത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഷ്വാൻ സെൽസ് ആണ്. ഓക്കെ, അകത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റ്, പുറത്ത് ഷ്വാൻ സെൽ. അകത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റ്, പുറത്ത് ഷ്വാൻ സെൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ ന്യൂറോൺസ് രണ്ട് ടൈപ്പാകും അല്ലേ, ഒന്ന് ഷ്വാൻ സെല്ല് വെച്ച് മൈലിൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുള്ളതും കവർ ചെയ്തിട്ടില്ലാത്തതും. അപ്പോൾ നോക്കിക്കോ, മൈലിൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന സാധനം. നമ്മൾ പറഞ്ഞു ഈ മൈലിൻ ഷീറ്റ് എന്ന് വെച്ചാൽ അതൊരു വൈറ്റ് ഫാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വെളുത്തിരിക്കുന്ന സാധനം അല്ലേ, ഫാറ്റും വൈറ്റ് ഷൈനി ആയിട്ടുള്ള മൈലിൻ ഷീറ്റ് കവർ ചെയ്തിരിക്കുന്ന ന്യൂറോണുകൾ കാണപ്പെടുന്ന സ്ഥലത്തിന് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. ഇത് വിളിക്കും വൈറ്റ് മാറ്റർ. കാരണം എന്തായിരിക്കും, ദിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈലിനേറ്റഡ് ന്യൂറോൺസിന് ചുറ്റും മൈലിൻ ഷീറ്റ് കവറിങ് ഉള്ള ന്യൂറോൺ കൊണ്ട് കവർ ചെയ്തുകൊണ്ട് നമ്മളിതിനെ മൈലിനേറ്റഡ് ന്യൂറോൺ എന്ന് വിളിക്കും. അതായത് ന്യൂറോൺ വിത്ത് മൈലിൻ ഷീറ്റ് അത് വൈറ്റ് കളറിൽ കാണും. എന്തുകൊണ്ടാണ്, വൈറ്റ് ഷൈനി ഫാറ്റ് ആയിട്ടുള്ള മൈലിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട്. ഇവിടെ സിഗ്നലുകളുടെ ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ലോങ് ഡിസ്റ്റൻസിൽ പോകാൻ പറ്റും, കാരണം ഇൻസുലേഷൻ നല്ല രീതിയിലുള്ളതുകൊണ്ട്. അപ്പോൾ ഇതില്ലാത്ത ഭാഗത്ത് നമുക്ക് എന്ത് വിളിക്കാം, ഗ്രേ മാറ്റർ എന്ന് വിളിക്കാം. കാരണം എന്താണ്, ഓക്കെ, മെയ്ഡ് അപ്പ് ഓഫ് സെൽ ബോഡീസ് ആൻഡ് ന്യൂറോൺസ് വിത്തൗട്ട് മൈലിൻ ഷീറ്റ്, ഗ്രേ കളറിൽ കാണും. ഓക്കെ, ഇൻവോൾവ് ഇൻ പ്രോസസിങ് ഇൻഫർമേഷൻ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ നമുക്ക് ഡിഫറൻസ് പഠിക്കേണ്ടത്, മൈലിൻ ഷീറ്റ് കവറിങ് ഉണ്ടെങ്കിൽ അത് വെളുത്ത നിറത്തിൽ കാണും. കാരണം മൈലിൻ എന്ന് പറയുന്നത് ഫാറ്റ് ഷൈനി ആയിട്ടുള്ള സാധനമാണ്, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനാണ് ജോലി. എന്നാൽ ഗ്രേ മാറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയുന്ന കാര്യം അവിടെ ഉണ്ടാകത്തില്ല. ഓക്കെ ആണോ, ഇതാണ് സംഭവം. എന്താണ് നമ്മുടെ മൈലിൻ ഷീറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഇനി വരുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം. ഞാൻ പറഞ്ഞ ആദ്യം പഠിച്ച പോയിന്റ് അല്ലേ, നെർവസ് സിസ്റ്റത്തിനകത്ത് രണ്ട് ഭാഗമുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ബ്രെയിനും അതിൽ നിന്ന് വരുന്ന സ്പൈനൽ കോഡ്, നമ്മുടെ നടുവിലൂടെ പോകുന്ന സ്പൈനൽ കോഡ് അടങ്ങുന്നതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇൻക്ലൂഡ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇവരാണ് മെയിൻ, അതുകൊണ്ടാണ് സെൻട്രൽ മെയിൻ എന്ന് പറയുന്നത്. പെരിഫറലിനകത്ത് എന്താണ്, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന മറ്റു ന്യൂറോണുകളെയാണ് നമ്മൾ പെരിഫറൽ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് 12 പെയർ ഓഫ് ക്രാനിയൽ നെർവുകളുണ്ട്. ക്രാനിയം എന്ന് പറയുമ്പോൾ തലയോട്ടിയുടെ ഭാഗം ഒന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ. 31 സ്പൈനിൽ നിന്ന് പോകുന്നുണ്ട്, സ്പൈനൽ നെർവുകളും ഉണ്ട്. ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ 2 കൈയും 2 കാലും മറ്റു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിന് തൊട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം. അതുപോലെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഫ്രീ ഓൺലൈൻ ക്ലാസ് അല്ല, ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് പെയ്ഡ് ക്ലാസ് ആണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.